الحمد لله الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الحمد لله رب الأرض ورب السماء خلق آدم وعلمه الأسماء وأشهد أن لا إله إلا الله وحده لا شريك له أنزل القرآن هدى للناس وبينات من الهدى والفرقان وأشهد أن سيدنا ونبينا محمدًا عبده ورسوله سيد ولد أدنان صلى الله عليه الله وملائكته والمؤمنون وعلى آله وأزواجه وخلفائه وجميع أصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون فاتقوا الله عباد الله. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ച് ചക്കുവ കൈകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഹാനായ ഇമാം ബുഖാരി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും അതുപോലെ തന്നെ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിലും ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ട്: ബൈനന അന റദീഫുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റദീഫായി ഇരുന്ന ഒരു സന്ദർഭം. റദീഫ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറകിലിങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരു സന്ദർഭം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുഫൈർ എന്നോ മറ്റോ പേരുള്ള ഒരു കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുകയാണ്. പിന്നിൽ ആരുണ്ട്? മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം പറയാണ്: ലൈസ ബൈനി വബൈനഹു ഇല്ലാ ആഖിറത്തുർ റഹൽ. എൻ്റെയും പ്രവാചകൻ്റെയും ഇടയ്ക്ക് ആഖിറത്തുർ റഹൽ അല്ലാതെ മറ്റൊന്നുമില്ല. അഥവാ ഓരോ ആളുകളും ഇരിക്കുന്ന ഒരു സീറ്റ് ഉണ്ടാവും. സീറ്റിൻ്റെ നേരെ ബാക്കിൽ ഇങ്ങനെ ഒരു ഉയർന്നത് ഇതുണ്ടാവും, ഒരു തടസ്സം, രണ്ടാളുടെയും ഇടയിൽ വേർപിരിക്കാൻ. അതല്ലാതെ മറ്റൊന്നുമില്ല. എന്നുവെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർന്നിരുന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ പ്രവാചകൻ, ലോകം കണ്ട ഏറ്റവും വലിയ അഷ്റഫുൽ ഖൽഖിൻ്റെ പിന്നിൽ ഏറ്റവും ഭാഗ്യവാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്: യാ മുആദ് ബിൻ ജബൽ. ആ വിളി കേട്ടുകൊണ്ട് അദ്ദേഹം പറയാണ്: ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക്. അല്ലാഹുവിൻ്റെ റസൂലിന് ഉത്തരം നൽകുകയാണ്. ലബ്ബൈക വസഅദൈക്, ഉത്തരം നൽകിയ, ഞാൻ വിളി കേട്ടിരിക്കുന്നു, ഉത്തരം നൽകിയിരിക്കുന്നു എന്ന രൂപത്തിൽ. സുമ്മ സാറ സഅതൻ, പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്: യാ മുആദ്. അല്ലാഹുവിൻ്റെ റസൂലിന് വീണ്ടും ലബ്ബൈക വസഅദൈക്, ലബ്ബൈക യാ റസൂലല്ലാഹ്,
ലബ്ബൈക റസൂലല്ലാഹി വസഅദൈക്. വീണ്ടും ഉത്തരം നൽകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ ആ യാത്രയിൽ ഇങ്ങനെ വിളിക്കുകയാണ്, കാര്യം പറയുന്നില്ല. യാ മുആദ്, അദ്ദേഹം പറയുന്നു ഖുൽതു ലബ്ബൈക റസൂലല്ലാഹി വസഅദൈക്. അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ ഇതാ നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക വസഅദൈക എന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതന്മാർ നൽകുന്ന ഉത്തരം വിശദീകരണം ഉജീബുക യാ റസൂലല്ലാഹി ഇജാബത്തൻ ലക ബഅദ ഇജാബ. അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു താങ്കളുടെ വിളിക്ക് ഉത്തരമായി ഉത്തരത്തിന് ശേഷം വീണ്ടും ഞാൻ ഉത്തരം ചെയ്യുന്നു എന്നതാണ്. ഔ അഖംതു അലാ തഅതിക ഇഖാമത്തൻ ബഅദ ഇഖാമ. താങ്കൾ പറയാൻ പോകുന്ന, താങ്കൾ നിർദ്ദേശിക്കാൻ പോകുന്ന കാര്യം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഒന്നല്ല രണ്ടല്ല എന്ന രൂപത്തിലുള്ള ഒരു അർത്ഥമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഹൽ തദ്രി മാ ഹഖുല്ലാഹി അലാ ഇബാദിഹി. അല്ലയോ മുആദ്, താങ്കൾക്കറിയുമോ അടിമകൾക്ക്, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക്, അഥവാ മനുഷ്യരും ജിന്നുകളും അടങ്ങുന്ന അടിമകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അവർക്ക് അള്ളാഹുവിൻ്റെ മേലുള്ള ബാധ്യത എന്തെന്നറിയുമോ? അഥവാ നമുക്ക് നമ്മുടെ റബ്ബിനോടുള്ള, നിനക്ക് നിന്റെ റബ്ബിനോടുള്ള ബാധ്യത എന്തെന്ന് മുആദേ നിനക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിനാണ് അറിയുക, അവിടുന്ന് താങ്കൾക്കുമാണ് അറിയുക എന്ന് പറഞ്ഞാൽ അള്ളാഹു താങ്കൾക്ക് അറിയിച്ചു തന്നതിനനുസരിച്ച് അള്ളാഹുവിനും താങ്കൾക്കുമാണ് അറിയുക എന്ന് മറുപടി പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂല് അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഹഖുല്ലാഹി അലാ ഇബാദിഹി അൻ യഅ്ബുദൂഹു വലാ യശ്രികൂ ബിഹി ശൈഅ. അടിമകൾക്ക്, അവരുടെ സൃഷ്ടികൾക്ക്, അവരുടെ സൃഷ്ടാവായ തമ്പുരാനോടുള്ള ബാധ്യത അവനെ മാത്രം ആരാധിക്കലാണ്, അവനിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതേ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ റബ്ബിനോടുള്ള ഏകമായ ബാധ്യത ആ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടേയില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, അവരെന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. വീണ്ടും നമുക്ക് കാണാം, വയുഖീമുസ്സലാത്ത വയുഅ്തുസ്സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. നമ്മുടെ ബാധ്യത എന്ത് സഹോദരങ്ങളെ? ഈ ലോകത്തേക്ക് കടന്നു വന്ന നാം ഉത്തരം നൽകേണ്ടത് എന്തിന് സഹോദരങ്ങളെ? മറ്റൊന്നുമല്ല, നമ്മുടെ റബ്ബിൻ്റെ സൃഷ്ടാവിൻ്റെ, നമ്മുടെ റബ്ബിൻ്റെ വിളിക്കുള്ള ഉത്തരം അതവനെ മാത്രം ആരാധിക്കുക. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്ന് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ അൻആമിൽ നമുക്ക് കാണാൻ കഴിയും, ഖുൽ ഇന്ന സ്വലാത്തി. എത്ര തവണയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും നമ്മോടും അള്ളാഹു അത് പ്രഖ്യാപിക്കാൻ പറഞ്ഞത്? ഖുൽ, പറയുക പ്രവാചകരെ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. പറയുക പ്രവാചകരെ, തീർച്ചയായും എൻ്റെ നമസ്കാരവും എൻ്റെ മറ്റുള്ള എല്ലാ ഇബാദത്തുകളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. ലാ ശരീക ലഹു വബിദാലിക്, അവനൊരു പങ്കുകാരില്ല. വബിദാലിക, അപ്രകാരം ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമത്തവനാണ്, ഞാൻ കീഴൊതുങ്ങിയവരിൽ ഒന്നാമത്തവനാണെന്ന് പ്രഖ്യാപിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. എത്ര ആയത്തുകൾ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, എന്താണ് തൗഹീദ്? എന്താണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൊരുളെന്ന് നമ്മൾ മനസ്സിലാക്കുകയും കൃത്യമായി നമ്മുടെ മനസ്സിലും മനസ്സകങ്ങളിലും നമ്മുടെ ശരീരങ്ങളിലും നമ്മുടെ ചിന്തകളിലും അത് പൂർണ്ണമായി പ്രതിധ്വനിക്കുകയും വേണം സഹോദരങ്ങളെ. അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ഒരുത്തനെ, ഒരു റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി. ആരാണ് നിങ്ങളുടെ റബ്ബ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم
ഫലാ തജ്അലൂ ലില്ലാഹി അൻജാദൻ വഅൻതും തഅലമൂൻ. ആരാണ് നിങ്ങളുടെ റബ്ബ്? ഭൂമിയെ നിങ്ങൾക്ക് വിരുപ്പാക്കി തന്ന, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്ന, ആ ആകാശ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തന്ന് അതിൻ്റെ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷ്യ വിഭവങ്ങളും സമൃദ്ധമായി ആ രൂപത്തിലുള്ള പഴങ്ങളും ആ രൂപത്തിലുള്ള പച്ചക്കറികളും മറ്റും എല്ലാം എല്ലാ ഭക്ഷണവും ഒരുക്കി തന്നവൻ. ഫലാ തജ്അലൂ ലില്ലാഹി അൻജാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ. ഇതൊക്കെ നിങ്ങൾക്കറിയാലോ. ഈ പറയപ്പെട്ടതൊക്കെ, അഥവാ ഭൂമിയെ സൃഷ്ടിച്ചവൻ, ആകാശലോകങ്ങളെ സൃഷ്ടിച്ചവൻ, അതുപോലെ തന്നെ ആകാശത്തിൽ നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്ന് നിങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കി തന്നവനൊക്കെ നിങ്ങളുടെ റബ്ബാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളവന് സമന്മാരെ ഉണ്ടാക്കരുതേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഹദീസിലുള്ള രണ്ടാമത്തെ ഭാഗം വലാ യുശ്രികു വലാ തുശ്രികൂന ബിഹി ശൈഅ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കരുതെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഷിർക്കിൻ്റെ ഗൗരവം അഥവാ തൗഹീദിന് വിരുദ്ധമായി, നാം ഈ പറയപ്പെട്ടതിന് വിരുദ്ധമായി ഒരു വിശ്വാസിയുടെ മനസ്സ് വാചാക്രമണ അവനിൽ നിന്ന് മറ്റു വല്ലതും സംഭവിച്ചാൽ അതിൻ്റെ ഗൗരവം എത്രമാത്രമാണ്. അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നത വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, അതിനെൻ്റെ ജീവിതം സാക്ഷിയാണെന്ന് പറയുമ്പോൾ അതിന് വിരുദ്ധമായി വല്ലവനും ശിർക്കിൽ ഏർപ്പെട്ടാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധമാണ്. വമഅവാഹുൻ നാർ, അവന് നിത്യനരകമാണുള്ളത്. വമാ ലിൽസാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് യാതൊരു സഹായിയെയും കണ്ടെത്തുകയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. തുടർന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, തുമ്മ സാറ സഅതൻ, അഥവാ അടിമകൾക്ക് ഉടയ തമ്പുരാനോടുള്ള ബാധ്യതകൾ എന്തെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിൻ്റെ റസൂൽ പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിൻ്റെ റസൂൽ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, യാ മുആദ് ഇബ്നു ജബൽ, അല്ലയോ മുആദ്. വീണ്ടും അദ്ദേഹം ഉത്തരം നൽകുകയാണ്, ലബ്ബൈക റസൂലല്ലാഹ് വസഅദൈക്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ ഞാനിതാ താങ്കൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ഹൽ തദ്രി മാ ഹഖുൽ ഇബാദി അലല്ലാഹ്, അല്ലയോ മുആദ് താങ്കൾക്കറിയുമോ അല്ലാഹുവിന് അവൻ്റെ അടിമകളോടുള്ള ബാധ്യത എന്താണെന്ന്? അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യത എന്താണെന്ന് പറഞ്ഞു. ഇനി അല്ലാഹുവിന് നമ്മോടുള്ള ബാധ്യത എന്താണ്, അഥവാ നിന്നോടുള്ള ബാധ്യത എന്താണെന്ന് മുആദ് താങ്കൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുൽതുല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനും റസൂലിനുമാണ് അറിയുക എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ഹഖുൽ ഇബാദി അലല്ലാഹി അല്ലാ യുഅദ്ദിബഹും ഇദാ ഫഅലൂ. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചത് അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് അല്ലാഹുവിന് അവൻ്റെ അടിമകളോടുള്ള ബാധ്യത. അഥവാ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് അല്ലാഹുവിന് അവൻ്റെ അടിമകളോടുള്ള ബാധ്യത എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. സൂറത്തുൽ കഹ്ഫിലെ 107-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ കാനത് ലഹും, അവർക്കുണ്ട് ജന്നാത്തുൽ ഫിർദൗസി നുസുല, അതേ ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്, നുസുലൻ അവർക്കൊരു സൽക്കാരമായിക്കൊണ്ട് വിരുന്നായിക്കൊണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. സൂറത്തുൽ മറിയമിൽ അല്ലാഹു പറയുന്നുണ്ട്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, അവർക്ക് വുദ് സ്നേഹത്തെ അല്ലാഹു ഏർപ്പെടുത്തുമെന്നാണ്. ആരുടെ സ്നേഹം? അതേ മറ്റുള്ള സൃഷ്ടികളുടെ, അല്ലാഹുവിൻ്റെയും മറ്റുള്ള അവൻ്റെ സൃഷ്ടികളുടെയും സ്നേഹം അവൻ രേഖപ്പെടുത്തുമെന്നാണ്. നമുക്കറിയാം, ഒരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ അല്ലാഹു പറയുന്ന ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, ഒരു അടിമയെ അഥവാ അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാതെ ഇരിക്കലാണ് അവരുടെ ബാധ്യത എന്നതോടൊപ്പം അല്ലാഹുവിൻ്റെ സ്നേഹത്തിന് അവൻ കാരണക്കാരനാവുകയാണ്. അല്ലാഹു ഒരു അടിമയെ സ്നേഹിച്ചാൽ
അള്ളാഹു വിളിച്ചു പറയുമെന്നാണ് ജിബ്രീലിനോട്, യാ ജിബ്രീൽ, ഇന്നാലിന്നെ അടിമയെ ഞാൻ ഇഷ്ടം വെച്ചിരിക്കുന്നു, അതുകൊണ്ട് നീയും അവനെ ഇഷ്ടം വെക്കുക എന്ന് പറയുമെന്നാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവനെ ഇഷ്ടപ്പെടുമെന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശ ലോകങ്ങളിൽ വിളിച്ചു പറയും, സുമ്മയുനാദി ഫി അഹ്ലിസ് സമാ ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാലിന്ന ഒരു അടിമയെ അതേ ഇഷ്ടം വെച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയും. അങ്ങനെ ആകാശ ലോകത്തുള്ള മലക്കുകൾ മുഴുവനും അവനെ ഇഷ്ടം വെക്കുമെന്നാണ്. പിന്നീട് അവന് ഭൂമിയിലും ആ രൂപത്തിലുള്ള സ്നേഹങ്ങൾ ഉണ്ടാക്കി തീർക്കുമെന്നാണ്. അഥവാ ഭൂമിയിലുള്ള വിശ്വാസികളും അവനെ സ്നേഹിക്കുമെന്നാണ്. അതെ, അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് കാരണമാകുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെ, ആ ലാ ഇലാഹ ഇല്ലല്ലയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഥവാ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന കൃത്യമായ അംഗീകാരമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് പറയുന്നുണ്ട്, വസ്സിറുൽ അംറി വൽ അംരി വൽ ഖൽഖി വൽ കുതുബി വശ്ശറാഇ വസ്സവാബി വൽ ഇഖാബി ഇൻദഹാ ഇലാ ഹത്തൈനിൽ കലിമതൈൻ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വസ്സിറുൽ ഖൽഖി സൃഷ്ടിപ്പിൻ്റെയും കൽപ്പനകളുടെയും ദിവ്യവേദഗ്രന്ഥങ്ങളുടെയും ശരീഅത്തുകളുടെയും പ്രതിഫലത്തിൻ്റെയും ശിക്ഷയുടെയും സാരം ഈ രണ്ട് വാക്കുകളിലേക്കാണ് ചുരുങ്ങുന്നത്. അഥവാ അള്ളാഹു സൃഷ്ടിപ്പ് നടത്തിയത്, അള്ളാഹു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്, അള്ളാഹു പ്രതിഫലവും ശിക്ഷയും ഈ പരലോകത്ത് നിശ്ചയിച്ചത് എല്ലാം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്തു തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാണെന്നർത്ഥം. വഅലൈഹാ മദാറുൽ ഉബൂദിയ്യത്തി വതൗഹീദ്, ആരാധനയും തൗഹീദും അഥവാ ഏകദൈവ വിശ്വാസവും ഈ രണ്ട് വാക്കുകളെ ചുറ്റിപ്പറ്റിയാണ് നിലകൊള്ളുന്നത്. ഹത്താ ഖീല അൻസലല്ലാഹു മിഅത് കിതാബ് വഅർബഅത് കുതുബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 100 വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു എന്നാണ്. എന്നിട്ട് ആ 100 വേദഗ്രന്ഥങ്ങളിലുള്ളത് 4 കിതാബുകളിലേക്ക് അഥവാ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന 4 ഗ്രന്ഥങ്ങളിൽ സന്നിവേശിപ്പിച്ചു എന്നതാണ്. എന്നിട്ടോ ആ 4 വേദഗ്രന്ഥങ്ങളിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയ്യാക നഅ്ബുദു ഫാത്തിഹയിൽ ഒരുമിച്ച് കൂട്ടി എന്നതാണ്. 100 വേദഗ്രന്ഥങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ടെന്ന്. ആ 100 വേദഗ്രന്ഥങ്ങളിലുള്ളത് പ്രബലമായ നമുക്കറിയുന്ന തൗറാത്ത്, ഇഞ്ചീൽ, ദാവൂദ്, സബൂർ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന 4 വേദഗ്രന്ഥങ്ങളിൽ ഒതുക്കി അതിൻ്റെ ആശയങ്ങൾ. ആ 4 വേദഗ്രന്ഥങ്ങളുടെയും ആശയം സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു ഉൾക്കൊള്ളിപ്പിച്ചു. സൂറത്തുൽ ഫാത്തിഹയുടെ ആശയം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുക്കി എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ കലിമത്തു തൗഹീദിൻ്റെ മഹത്വം എത്രയാണ്! അതിനു വേണ്ടിയാണ് അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. അവൻ്റെ അടിമകൾ, അവൻ്റെ സൃഷ്ടികൾ അവനെ ആരാധിക്കാൻ, അവനെ മാത്രം ആരാധിക്കാൻ, അവനോട് മാത്രം ദുആ ചെയ്യാൻ. അതിനുവേണ്ടിയാണ് അല്ലാഹു ഈ ലോകങ്ങളെ മുഴുവനും, അല്ലാഹു പറഞ്ഞല്ലോ സൂറത്തുൽ ബഖറയിൽ, വഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ വഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ആകാശഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടി. അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുന്നുണ്ട്, യാ റബ്ബി അല്ലിംനി ഷൈഅൻ അദ്കുറുക വ അദ്ഉക ബിഹി. അല്ലാഹുവേ, എനിക്ക് നീ പഠിപ്പിച്ചു തന്നാലും ഒരു ദിക്ർ, ഒരു കലിമത്ത്, അതുകൊണ്ട് നിന്നെ സ്മരിക്കാനും അതുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കാനും വേണ്ടിയാണെന്ന് പറയുമ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ യാ മൂസാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലയോ മൂസ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമെന്നാണ്, കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ. നിന്റെ എല്ലാ അടിമകളും പറയുന്നൊരു വാചകമാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോൾ അല്ലാഹ് അതിന് പറയുന്നൊരു മറുപടിയുണ്ട്, യാ മൂസാ ലൗ അന്ന സമാവാതി സബ്അ വ ആമിറഹുന്ന വഗൈരി വൽ അർളീന സബ്അ ഫീ കിഫത്തിൻ വലാ ഇലാഹ ഇല്ലല്ലാഹു ഫീ കിഫത്തിൻ മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലയോ മൂസ, ആകാശഭൂമികളും അല്ലാഹു സുബ്ഹാനഹു വ തആലയൊഴിച്ച് ആകാശഭൂമികളും അതിലുള്ളത് മുഴുവനും ഒരു തുലാസിലും ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങും മൂസ എന്ന് മഹാനായ
അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനം ഒരു അടിമയിൽ നിന്നുണ്ടാവുക എന്നത് അതാണ് ഏറ്റവും വലിയ അക്രമമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി വയഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. ലുഖ്മാൻ അദ്ദേഹത്തിൻ്റെ മകനോട് ഉപദേശങ്ങൾ നൽകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, യാ ബുനയ്യ ലാ തുശ്രിക ബില്ലാഹ്, യാ ബുനയ്യ ലാ തുശ്രിക ബില്ലാഹ്, അല്ലയോ എൻ്റെ പൊന്നുമോനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്ക് ഏറ്റവും വലിയ അക്രമമാണ്. ഒരു അടിമക്ക് ഒരു അള്ളാഹുവിൻ്റെ സൃഷ്ടിക്ക് അവനോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ അക്രമം അവന് നൽകേണ്ടുന്ന ആരാധനകൾ മറ്റുള്ള ആളുകൾക്ക് വകവെച്ചു കൊടുക്കലാണെന്നർത്ഥം. സഹോദരങ്ങളെ, നമ്മളിന്ന് ഈ കേരളക്കരയിൽ ജീവിക്കുന്ന നമ്മളിന്ന് ഈ ഒരു സമാധാന അന്തരീക്ഷം നമുക്ക് നിലനിൽക്കുന്നുവെങ്കിൽ, അതേ നമുക്ക് നിർഭയത്വം നിലനിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഇവിടെ തൗഹീദുള്ള ആളുകളുണ്ട് എന്നതാണ്, ഇവിടെ തൗഹീദി പ്രബോധനങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ മുഹറം? കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിൽ തന്നെയുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയകളിൽ നമ്മെ അമ്പരപ്പിക്കുന്ന രൂപത്തിൽ, അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ സഹോദരങ്ങളെ തൗഹീദ് എത്തിയിട്ടില്ല. തൗഹീദ് എത്താത്തതിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറഞ്ഞു, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅ്ബുദൂനനി ലാ യുശ്രികൂന ബിഹി ശൈഅ വമൻ ഗഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹു പറയാണ്, വിശ്വാസികളായ പുരുഷന്മാരോടും വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരാറ്. അവർ എന്താണ് കരാറ്? അവർക്ക് ഈ ഭൂമിയിൽ നാം ആധിപത്യം നൽകാം. അവർക്ക് മുൻപ് കഴിഞ്ഞുപോയ ആളുകൾക്ക് ആധിപത്യം നൽകിയതുപോലെ അവരുടെ ദീനനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം നാം അവർക്ക് നൽകാം. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ഭയമുള്ള ഒരു ജീവിതത്തിന് ശേഷം നിർഭയത്വം നൽകാം. ഇത് അള്ളാഹുവിൻ്റെ കരാറാണ് നമ്മോട്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, എന്നെ മാത്രം അവർ ആരാധിക്കട്ടെ, എന്നിൽ മറ്റൊന്നിനെയും അവർ പങ്കുചേർക്കാതിരിക്കട്ടെ. സഹോദരങ്ങളെ, തൗഹീദുള്ള ആളുകൾ, തൗഹീദി പ്രബോധനവും തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതവും ഈ കേരളക്കരയിൽ എമ്പാടുമുള്ളത് കൊണ്ട് മാത്രമാണ് നാം ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമാധാനവും ഈ നിർഭയത്വവും ഈ നമ്മുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അവസരവും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനിഹി വശുക്റു ലഹു അലാ തൗഫീഖിഹി വംതിനാനിഹി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅളീമൻ ലിശഅനിഹി വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു الداعي إلى رضوانه صلوات الله وسلامه عليه وعلى آله وأصحابه وأتباعه وإخوانه. أما بعد، أوصيكم عباد الله ونفسي ثانيا بتقوى الله سبحانه وتعالى. ഏറ്റവും സ്നേഹാദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കാര്യങ്ങൾ ഇപ്രകാരമാണെങ്കിൽ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണെങ്കിൽ, നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കലിമത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെയും ഏകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്ന് കൃത്യമായി പഠിക്കലും മനസ്സിലാക്കലും നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരുപാട് ഷർത്തുകൾ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. 7ഓളം ഷർത്തുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉണ്ട്. അതിലൊന്ന് എൽമാണ്, അറിയലാണ്. നമ്മൾ അറിയണം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് തൗഹീദിൻ്റെ അർത്ഥവും ആശയവും എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. രണ്ടാമതായി ഉറച്ച വിശ്വാസം നമുക്കതിലുണ്ടായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരു ഉറപ്പുണ്ടാവണം എന്നർത്ഥം. മൂന്നാമതായി ഇഖ്ലാസ് ഉണ്ടാവണം, ആത്മാർത്ഥമായി ായിരിക്കണം. മറ്റൊരു ഭൗതിക താല്പര്യങ്ങൾക്കും വേണ്ടിയാവരുത് നമ്മളത് പറയേണ്ടത്. നാലാമതായി സത്യസന്ധമായിരിക്കണം, അഥവാ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന്
അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കുന്ന അവൻ്റെ അടിമകളോട് പറഞ്ഞത്, നമസ്കാരം എൻ്റെയും നിൻ്റെയും ഇടയ്ക്ക് പകുതിയും പകുതിയാണെന്ന് പറഞ്ഞത്. നമ്മൾ അൽഹംദുലില്ലാഹ് ഇവിടെ വിശദീകരിച്ചതാണ് ഒരിക്കൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നൊക്കെ പറയുമ്പോൾ അല്ലാഹ് ഇങ്ങനെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തി, എൻ്റെ അടിമ എന്നെ പരിശുദ്ധപ്പെടുത്തി എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഇത് എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയ്ക്കുള്ള കരാറാണ്. വലിയ അബ്ദി മാ സഅൽ, ഇതിൻ്റെ പുറത്ത് എൻ്റെ അടിമ എന്നോട് എന്താണോ ചോദിക്കുന്നത് അവന് ഞാനത് നൽകുമെന്നാണ്. അതിനുശേഷം നമ്മൾ എന്താ ചോദിക്കുന്നത് സഹോദരങ്ങളെ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ പാതയിൽ ഞങ്ങളെ നീ ആക്കണേ. അഥവാ പ്രവാചകന്മാരുടെ പാത, സിദ്ദീഖുകളുടെ പാത, ശുഹദാക്കളുടെ പാത, സ്വാലിഹീങ്ങളുടെ പാത, വഴിപിഴച്ചവരുടെ പാതയല്ല, നീ ഗോപിച്ചവരുടെ പാതയിൽ അത് നമുക്ക് നൽകുമെന്നാണ്. ഒരൊറ്റ നമസ്കാരത്തിലോടുകൂടെ, ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ നമസ്കരിക്കുന്ന ഒരു നമസ്കാരത്തിലോടുകൂടെ അല്ലാഹു അത് നമുക്ക് നൽകുമെന്നത് റബ്ബിൻ്റെ കരാറാണ്. അഞ്ചാമതായി നമുക്കതിനോട് സ്നേഹമുണ്ടാവണം. സഹോദരങ്ങളെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാൾ അവന് സ്നേഹിക്കുന്ന മറ്റെന്താണുള്ളത്? അല്ലാഹ് തന്നെ പറഞ്ഞു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻജാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. മനുഷ്യരിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവൻ്റെ പങ്കുകാരെ സ്നേഹിക്കുമെന്നാണ്. അൻജാദൻ യുഹിബ്ബൂനഹും അള്ളാഹുവിനെ സ്നേഹിക്കും പോലെ സ്നേഹിക്കുമെന്നാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അതേസമയം വിശ്വാസികൾക്ക് അള്ളാഹുവിനോട് അടുങ്ങാത്ത ഏറ്റവും ശക്തമായ സ്നേഹമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഒരു വിശ്വാസി സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്ത് മറ്റൊന്നും നമുക്ക് സ്നേഹിക്കാനുള്ള സഹോദരങ്ങളെ. ആറാമതായി എങ്കയാതാണ്, അതാണ് വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് നിർഗളിച്ച് വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറാമത്തത് സഹോദരങ്ങളെ അനുസരണമാണ്. അല്ലാഹു പറഞ്ഞു, വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ്, നിങ്ങൾ അവനിലേക്ക് ഖേദിച്ച് മടങ്ങുകയും വഅസ്ലിമൂ ലഹു, സർവസവും നിങ്ങളുടെ റബ്ബിന് അവന് നിങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഏഴാമത്തത് ഖബൂലാണ്, സ്വീകരിക്കലാണ്. അഹങ്കാരമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്വീകരിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അല്ലാഹു പറയുന്നുണ്ട്, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ, നീ കണ്ടില്ലയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല കലിമത്തിനെ എന്തിനോടാണ് ഉപമിപ്പിച്ചതെന്ന്? കശജറത്തിൻ തയ്യിബ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അല്ലാഹു ഉപമിച്ചത് ഏറ്റവും നല്ല ഒരു വൃക്ഷത്തോടാണ്. അസ്ലുഹാ സാബിതുൻ, അതിൻ്റെ വേരുകളെല്ലാം ഭൂമിയിൽ അടിയുറച്ചതാണ്. വഫറുഹാ ഫിസ്സമാ, അതിൻ്റെ കൊമ്പുകളും ജില്ലകളും എല്ലാം ആകാശത്തിൽ ഇങ്ങനെ പരന്ന് പന്തലിച്ചു നിൽക്കുന്നതാണ്. തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, അതേ ലാ ഇലാഹ ഉൾക്കൊണ്ട ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു വിശ്വാസിയെ കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഉകുലുഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, അതേ അതിൻ്റെ ഫലങ്ങളും പഴങ്ങളുമെല്ലാം എല്ലാ സമയത്തും അതിൻ്റെ താഴെ ജീവിക്കുന്ന ആളുകൾക്ക് ആ മരം നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു പറയാണ്, ഇപ്രകാരമാണ് നാം ഉദാഹരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ 4 ദിവസം മുമ്പ് സഹോദരങ്ങളെ കോഴിമുട്ടയ്ക്ക് വേണ്ടി അടികൂടി മരിച്ച ആളുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? അതുപോലെ തന്നെ എത്രയെത്ര സംഭവങ്ങൾ. അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിയാത്തത് കൊണ്ട്, തൗഹീദ് തിരിയാത്തത് കൊണ്ട് ഒരു വിശ്വാസികൾ ഒരിക്കലും, ഒരു യഥാർത്ഥ വിശ്വാസി അങ്ങനെയൊന്നും ആവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് ജീവിതത്തിൽ ഉറച്ച അടിത്തറയാണ്. ഈ ആയത്തിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് ജീവിതത്തിൻ്റെ ഉറച്ച അടിത്തറയാണ്. ഈമാൻ ഹൃദയത്തിൽ ഉറച്ചാൽ അതിൻ്റെ ഫലം നല്ല വാക്കുകളിലും നല്ല പ്രവൃത്തികളിലും പ്രകടമാകും. ഒരു മുസ്ലിമിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന ഫലവൃക്ഷം പോലെയായിരിക്കുമെന്നൊക്കെയാണ് പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരണം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ച് കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആലയെ അതിൻ്റേതായ രൂപത്തിൽ ആരാധിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നുള്ള രോഗികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അവരെ
അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും എല്ലാ മുവഹിദുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബാധ്യതകളുമായി ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നൽകി അവരെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅദ്ദീൻ. اللهم انصر إخواننا المسلمين المستضعفين في كل مكان يا رب العالمين. ربنا ظلمنا أنفسنا فإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.